വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുറേ ദിവസമായില്ലേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോണ വീഡിയോ ആണ്. പിന്നെ പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കുട്ടി മാത്രമാണ് കേട്ടോ നാട്ടിൽ പോണത്. അപ്പോൾ ഉച്ചക്കായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എയർപോർട്ടിലൊക്കെ എത്തി പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. ദിവസവും കുറച്ച് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓള് എയർപോർട്ടിൽ ഇരുന്നിട്ട് തന്നെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കെനിയയിലുള്ളൊരു കുട്ടീനെ പരിചയപ്പെട്ടിട്ടോ. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നല്ല കമ്പനിയായി. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടി സൗദിയിൽ ജോലിക്ക് വന്നിട്ട് പിന്നെ വെക്കേഷൻ നാട്ടിൽ പോകുന്ന സമയമാണ് കേട്ടത്. അപ്പോൾ അവളെ പേര് വാലന്റീന എന്നായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് ജസ്റ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇൻഡിഗോ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഇതാ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ഫ്ലൈറ്റ് ഫുള്ള് ഫില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഗസലിന് ഭയങ്കര പോറടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗസലിന് നല്ല ബോറടിക്കുന്നു എനിക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ കളിക്കാൻ ക്ലേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓൾ ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും ബോറടിച്ചപ്പോൾ ഞാനും കുറച്ച് ക്ലേ വെച്ചിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അൽബൈക്കിൻ്റെ സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ കുറച്ച് 1 മണിക്കൂറായപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡ് കഴിച്ചു. ഉച്ചൻ്റെ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഒരു മസാല ചായയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മസാല ചായ വാങ്ങിച്ചപ്പോൾ 5 റിയാലായിരുന്നു. ഇപ്രാവശ്യം 10 റിയാലാണ് കേട്ടോ ഒരു ചായക്ക് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു നെറ്റ് കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങിട്ടോ. ഉറങ്ങി പിന്നെ എണീക്കുന്നത് ഏകദേശം ലാൻഡ് ചെയ്യേണ്ട ഒരു അരമണിക്കൂർ മുമ്പാണ് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.